നമസ്തേ ബച്ചോ, സഭി കാ സ്വാഗത് ഹേ ഹിന്ദി ഈ ഗുരു में. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഗ്രാമർ പാട്ടിലോട്ട് എത്തിയല്ലേ മക്കളെ. അതിൽ ചോദിക്കുന്നത് പ്രശ്നവാചക ശബ്ദവും സേ ദോ പ്രശ്ന ബനായേ എന്നുള്ള ക്വസ്റ്റ്യൻസാണ്. അതായത് പ്രശ്നവാചക ശബ്ദവും നമുക്കറിയാം. പ്രശ്നവാചക ശബ്ദം എൻ്റെ മക്കൾ ആദ്യം പഠിച്ചു വെച്ച് പോകണം. എന്താണ് ക്വസ്റ്റ്യൻ വേർഡ്സ്? ക്യാ എന്ത്, കഹാം എവിടെ, കോൻ ആര്, കിസസെ ആരോട് അല്ലേ. അതേപോലെ തന്നെ കേസെ എങ്ങനെ, ക്യോം എന്തുകൊണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് എൻ്റെ മക്കൾ പഠിച്ചു വെച്ച് പോവുക. ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ മക്കളെ. ക്വസ്റ്റ്യൻ വേർഡ്സ് പണ്ട് മുതലേ പഠിക്കണല്ലടാ അല്ലേ. അത് കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, നല്ല ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് മാത്രമേ ചോദിക്കുള്ളൂ. നമുക്ക് ഈ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്കത് പരിചയപ്പെടാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്നുള്ളതും. ഓക്കെ, ഒന്ന് നോക്കിയേ. മുർക്കി സുന്ദർ പഹാടി ഗീത് ഗാതേതി. മുർക്കി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സുന്ദരമായിട്ട് നാടൻ പാട്ടുകളൊക്കെ പാടുമായിരുന്നു. ഇതിൽ കോൻ എന്നും ക്യാ എന്നുമാണ്, ആര് എന്നും എന്ത് എന്നും. ഇതിൽ നോക്കിയേ, കോൻ എന്നുള്ളത് ആര് എന്നുള്ളത് ഒരു വ്യക്തിയാവുമല്ലോ പറയുക. അതിന് കൺഫ്യൂഷൻ ഇല്ലല്ലോ. യെസ്. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. കോൺ സുന്ദർ പഹാടി ഗീത് ഗാതേതേ. എൻ്റെ മക്കൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കുക. എങ്ങനെയായിരുന്നില്ല, അർത്ഥം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അപ്ലൈ ചെയ്യുക. ഇതിൽ കോൺ സുന്ദർ പഹാടി ഗീത് ഗാതേതി, ആരാണ് സുന്ദരമായി നാടൻ പാട്ടുകൾ പാടിയിരുന്നത്? ആരാണ്? ഉത്തരം കിട്ടി, മുർക്കി എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യനായേ കോൺ ചേർത്തിട്ട് മുർക്കി എന്നല്ലേ, മുർക്കിയുടെ സ്ഥാനത്ത് നേരെ കോനായിട്ട് ഇട്ട് കൊടുത്തു. അടുത്തത് മുർക്കി ക്യാ ഗാതേതി, സുന്ദർ പഹാടി ഗീത് ഗാതേതി അല്ലേ. മുർക്കി എന്താ പാടിയിരുന്നത്? സുന്ദരമായിട്ട് നാടൻ പാട്ടുകൾ. അപ്പോൾ സുന്ദർ പഹാടി ഗീത് എന്നല്ല വരേണ്ടത്, അവിടെ അങ്ങോട്ട് ക്യാണ്ട് ചേർത്ത് കൊടുത്തു. ആൻസറിൻ്റെ ഭാഗത്താണ്ട് ഇതാണ്ട് ചേർത്ത് കൊടുക്കുക. സിമ്പിളല്ലേ അല്ലേ. ഇതും 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടാ. ഇനി രണ്ടാമത്തെ നോക്കിയേ. ദില്ലി മേം ബാദ്ഷാ മുഖ്തമാ ചൽ രഹാ ഥാ. ദില്ലിയിൽ ബാദ്ഷയുടെ ഭരണമൊക്കെ നടക്കുമായിരുന്നു. ഇനി ഇവിടെ കഹാം എവിടെ, കിസ്ക ആരുടെ. ഇപ്പോൾ പഠിച്ചല്ലോ. ഇപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ വേർഡ് പഠിച്ചു? കോൻ എന്ന് പറഞ്ഞാൽ ആര്, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, കോൻ എന്ന് പറഞ്ഞാൽ ഹൂ ആര്, ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് അല്ലേ, വാട്ട്. കഹാം എന്ന് പറഞ്ഞാൽ എവിടെ എന്നുള്ളതാണ് അല്ലേ. അതിന് വേർ, കിസ്ക ആരുടെ, ഹൂം അല്ലേ. അതിനാണ് നമുക്ക് നോക്കാം. ദില്ലിയിൽ ബാദ്ഷാ. അപ്പോൾ കഹാം ബാദ്ഷാ കാ മുഖ്തമാൽ ചൽ രഹാ ഥാ. കഹാം എവിടെ, കഹാം എന്നുള്ളൊരു എവിടെ എന്നുള്ളൊരു സ്ഥലത്തിൻ്റെ ആവുമല്ലോ പറയുക അല്ലേ. അപ്പോൾ ദില്ലിയിൽ എന്നല്ല, അപ്പോൾ കഹാം അവിടെ ചേർത്ത് കൊടുക്കുക. കഹാം ബാദ്ഷാ കാ മുഖ്തമാ ചൽ രഹാ ഥാ. കഴിഞ്ഞു. ഇനി അടുത്തത് കിസ്ക എന്നുള്ളത്. കിസ്ക എന്നുള്ളതും ഒരു വ്യക്തിയെ ആവുമല്ലോ പറയുക അല്ലേ, വ്യക്തിയാവുമല്ലോ പറയുക. യെസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ദില്ലി മേ കിസ്ക മുഖ്തമാ ചൽ രഹാ ഥാ. ദില്ലിയിൽ ആരുടെ എന്താണ് മുഖ്തമ ഭരണമൊക്കെയാണ് നടന്നിരുന്നത്. കഴിഞ്ഞു. വേറെ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായല്ലോ. എവിടെയാണോ ആൻസർ കിട്ടേണ്ടത് അവിടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി മൂന്നാമത്തും കൂടി നോക്കാം നമുക്ക്. ഉസ് മോക്കെ പർ ചന്ദ് മുസൽമാൻ ബാദ്ഷാ കെ ലിയേ തോഫേ ലേക്കർ ആയേ. ആ അവസരത്തിൽ കുറച്ച് മുസ്ലിംസ് ബാദ്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമ്മാനങ്ങളുമായി വന്നു. കോൻ ആര്, ക്യാ എന്ത്. കോൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഞാൻ, ഒരു വ്യക്തിയാവും പറയുക എന്നുള്ളത്. അതേ വ്യക്തിയെ തന്നെയാണ്. കോൺ ബാദ്ഷാ കെ ലിയേ തോഫേ ലേക്കർ ആയേ. ആരാണ് ബാദ്ഷയ്ക്ക് വേണ്ടിയിട്ട് തോഫെ എന്ത് സമ്മാനങ്ങളുമായി വന്നത്? ഇവിടെ മുസ്ലിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവും, ബാദ്ഷാ ഉണ്ടല്ലോ ഈ വ്യക്തി എന്നുള്ളതല്ലേ. പക്ഷേ ഇവിടെ ഒന്ന് നോക്കിയേ അല്ലേ, ഏറ്റവും ആപ്റ്റായത് കോൻ എന്നുള്ളത് അവിടെയില്ല. ആരാണ് ബാദ്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതുമായി വന്നത്, ഗിഫ്റ്റുമായി വന്നത് എന്നുള്ളതാണ്. ഇനി ക്യാ ചേർക്കണം. എവിടെ ചേർക്കുക? ചന്ദ് മുസൽമാൻ ബാദ്ഷാ കെ ലിയേ ക്യാ ലേക്കർ ആയി. അവരെന്താണ് കൊണ്ടുവന്നത്? സമ്മാനം കൊണ്ടുവന്നു അല്ലേ. എന്ത് കൊണ്ടുവന്നു? സമ്മാനം കൊണ്ടുവന്നു. ആൻസർ കിട്ടി. ആൻസറിന് ഞാൻ പറഞ്ഞു, ആൻസറിൻ്റെ സ്ഥലത്ത് ഇതാ നേരെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ക്വസ്റ്റ്യൻ വേർഡ്. കഴിഞ്ഞു, സിമ്പിൾ. അടുത്തത് നാലാമത്തത്.
भविष्य निधि से कुछ हजार रुपये पिताजी निकालाए. भविष्य निधि से ഏത് ചാപ്റ്ററിനെയാടാ? യെസ്, ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹേ അല്ലേ? യെസ്, ഒക്കെ ചാപ്റ്റർ ബേസ്ഡാണ്. പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് കുറച്ച് പൈസ പിതാജി എടുത്തു. കോൺ, ആര്? അപ്പം നമുക്കറിയാം ഇതൊരു വ്യക്തിയാണ്. കോൺ ഭവിഷ്യനിധി സേ കുച്ച് ഹസാർ രൂപയെ നിക്കാൽ കർലായി. ആരാണ് ഭവിഷ്യനിധിയിൽ നിന്നും എന്ത് കുറച്ച് പൈസ എടുത്തത്? ഇവിടെ നേരെ നിങ്ങൾ ചിന്തിക്കും, ഭവിഷ്യനിധി സേ കുച്ച് ഹസാർ രൂപയെ കോൺ നിക്കാൽ കറായി. അങ്ങനെ ആയാലും നോ പ്രോബ്ലം, മനസ്സിലായല്ലോ. പിതാജി കഹാം, അടുത്ത കഹാം എവിടെ, ഒരു സ്ഥലമാവുമല്ലോ. പിതാജി കഹാം സേ, എവിടെ നിന്നാണടാ? പിതാജി ഭവിഷ്യനിധിയിൽ നിന്നല്ല. യെസ്, കാം സേ കുച്ച് ഹസാർ രൂപയെ നിക്കാൽ കർലായി. ഇവിടെ സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു എന്താ പറയുക, എവിടെ നിന്നോ എന്നുള്ളതാണല്ലോ. ഏതെങ്കിലും ഒരു പ്ലേസോ എന്തോ ആവട്ടെ, പ്ലേസ് എന്ന് ഉദ്ദേശിച്ചത് മക്കളെ വെറും പ്ലേസ് എന്നുള്ളതല്ല, ഭവിഷ്യനിധിയിൽ നിന്നും അവിടെ നിന്നുമാണ് അല്ലേ, അതൊരു ഇതാണ്. അപ്പോൾ അവിടെയും ഇത് ചേർക്കും. പിതാജി കഹാം സെ കുച്ച് ഹസാർ രൂപയെ നിക്കാൽ കർ ലായി. ടീക്ക് ഹേ, മനസ്സിലായല്ലോ. യെസ്, ലാസ്റ്റത്തതും കൂടി നോക്കിയിട്ട് നമുക്കിത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഖേതോ മേ പഹുഞ്ച് കർ പിതാജി സൂര്യാസ്ത തക് ടഹൽത്തേ രഹേ. എന്താണ്, വയലിൽ ചെന്നിട്ട് സൂര്യാസ്തമയം വരെ അച്ഛൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ, അതായത് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു. കോൻ, ആര്, കഹാം, എവിടെ, ഇതൊക്കെ ചേർക്കണം. അതാണ് കോൺ സൂര്യാസ്തത്തൊക്കെ ടഹൽത്തേ രഹേ അല്ലേ, ആരാണ് സൂര്യാസ്തമയം വരെ ഇങ്ങനെ കറങ്ങി നടന്നത്. അടുത്തത് കഹാം ചേർക്കണ്ടേ, എവിടെ? പിതാജി സൂര്യാസ്ത കഹാം ടഹൽത്തേ രഹേ. പിതാജി സൂര്യാസ്തമയം വരെ എവിടെയാണ് ചുറ്റിക്കറങ്ങി നടന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. കൂടുതലൊന്നും പറയാനില്ല, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നന്നായിട്ട് എൻ്റെ മക്കളോട് നാളത്തെ എക്സാമിന് പറയാനുള്ളത്, നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്, അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ നാളത്തെ എക്സാം നന്നായിട്ട് എഴുതണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. അപ്പോൾ 3 ഗ്രാമർ പാട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഓക്കെ മക്കളെ, ധന്യവാദ്.